എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങോട്ട് പോകണം, എവിടെ എന്ത് ചെയ്യും, ലൈക്ക് ഒരു സ്ട്രക്ചറും ഇല്ല, ഒരു ഐഡിയ ഇല്ല. കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിരുന്നു ഫ്യൂച്ചറിനെ കുറിച്ച്. പണ്ട് തൊട്ടേ ഗെയിം കളിക്കും. ഒരു 5th സ്റ്റാൻഡേർഡ് തൊട്ട് കമ്പ്യൂട്ടർ ഉണ്ട്. അങ്ങനെ ആ ഗെയിമിനോടുള്ള ഒരു കളി ഇൻട്രസ്റ്റ് കൂടി പിന്നെ അത് ഗെയിം ഉണ്ടാക്കണം എന്നുള്ള താല്പര്യം വന്ന് അങ്ങനെയാണ് ബിടെക് കഴിഞ്ഞ് സ്വന്തമായിട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും എനിക്ക് ഫുൾ ടൈം അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു മോട്ടിവേഷൻ ഇല്ല. സ്വന്തമായിട്ട് പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ കടലിൻ്റെ നടുവിൽ കിടന്ന പായ്ക്കപ്പിൽ കരയ്ക്ക് എത്തിക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് തന്നെയായിരുന്നു. ഡോട്ടോ ടൈപ്പിലേക്ക് വരുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ആണ്. നമുക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്, എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് അറിയാം, എവിടെ വരെ എത്താം എന്നുള്ള ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ നമുക്കുണ്ട്. പക്ഷെ നമ്മൾ എന്തായാലും അതിൻ്റെ ഇടയിൽ നല്ല എഫേർട്ട് ഇടണം. ആ കപ്പലിനെ കരക്കെത്തിച്ചത് കുറേ ഇൻ്റർവ്യൂസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് ഇപ്പോൾ കിട്ടിയത്, 3+ ഗെയിംസ് കൊച്ചിയിൽ തന്നെ. അങ്ങനെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവരൊട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. അത് ആർക്കും അച്ചീവ് ചെയ്യാം, എങ്ങനെ അച്ചീവ് ചെയ്യാം, നമ്മൾ അതിനുള്ള എഫേർട്ട് ഇട്ടാൽ മാത്രം മതി.